അമ്മമാരും ചേച്ചിമാരും ചേട്ടന്മാരും അവരുടെ ബ്യൂട്ടി ടിപ്സൊക്കെ ആയിട്ട് സുന്ദരിമാരും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് മാറും. ഞങ്ങൾ കിച്ചനെ ആണെങ്കിലോ ആരും മൈൻഡ് ചെയ്യില്ല, ഞങ്ങളിങ്ങനെ അവരെ നോക്കിയിരിക്കും. അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന ഒരു കിടിലൻ DIY ബ്യൂട്ടി ടിപ്പായിട്ടാണ്. ഇത് ഞങ്ങൾ കിച്ചന് മാത്രമുള്ളതാണ്, ഞാൻ വെറുതെ പറഞ്ഞത് കേട്ടോ. ഇത് എല്ലാവർക്കും ചെയ്യാം. ഇത് ഈസി ആയിട്ടുള്ള DIY ബ്യൂട്ടി ടിപ്സാണ്. ഓരോ പാക്ക് ഞാൻ പറയുമ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം. DIY എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മൾ സ്വന്തമായിട്ടല്ലെങ്കിൽ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെയാണ് പറയുന്നത് DIYs എന്നുള്ളത്. ഡു ഇറ്റ് യുവർ സെൽഫ്. വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്ന 3 കിടിലൻ ഫേസ് മാസ്ക് ആണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പാക്കിന് ആദ്യം തന്നെ ഓട്സ് 2 ടീസ്പൂൺ എടുക്കുക. ഓട്സിൽ ധാരാളം അമിനോ ആസിഡ്സും ആൻറ്റി ഓക്സിഡൻസും ഉള്ളത് കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഡിസ്കളറേഷനും ഡൾനെസ്സും മാറ്റാൻ വളരെ നല്ലതാണ്. കുഞ്ഞു മാവുകൾക്കുണ്ടല്ലോ, ഓട്സ് പൊടിച്ച് 1 ടീസ്പൂൺ തേനും ചേർത്ത് സോപ്പിന് പകരമായിട്ട് ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഓട്സ് 2 ടീസ്പൂൺ എടുക്കുക. പിന്നെ നേന്ത്രപ്പഴം 1 ഇവിടെ ഞാൻ ഒരു പഴം എടുത്തതിൻ്റെ കാര്യം നമ്മുടെ കയ്യിലൊക്കെ തേക്കാമല്ലോ. നേന്ത്രപ്പഴം ഇനി ഇല്ലാത്തവർക്ക് പൂവമ്പഴമാണെങ്കിലും മതി. പിന്നെ ബദാം ഒരു 2. ഇനി പാൽ ഒരു 1/4 കപ്പ്, തേൻ 1 ടീസ്പൂൺ. ഇപ്പോൾ 5 ഇൻഗ്രീഡിയൻസ് ആയി. ഇപ്പോൾ ആ 5 ഇൻഗ്രീഡിയൻസ് നമ്മൾ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇതിന് കട്ടി കൂടിയാൽ നമുക്ക് കുറച്ച് പാലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി ലൂസായി പോകരുത്, ഫേസിൽ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണിത്. നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടാനായിട്ട് വളരെ നല്ലൊരു പാക്കാണിത്. ബദാമിൻ്റെ ഒക്കെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പഴവും. പിന്നെ പാലെടുക്കുമ്പോൾ പച്ച പാലെടുക്കണേ. ഇത് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. ഒത്തിരി ഡ്രൈ ആവാൻ നിൽക്കണ്ട. ഇനി നമുക്ക് രണ്ടാമത്തെ പാക്കിലേക്ക് കടക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പപ്പായ. സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റാനും പിന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും പപ്പായ വളരെ നല്ലതാണ്. 1.5 ടീസ്പൂൺ ഓട്സ് എടുക്കുക. ഇത് പേസ്റ്റാക്കി എടുക്കാൻ ആവശ്യത്തിന് പച്ചപ്പാൽ. പപ്പായ നല്ല ജ്യൂസി ആയതുകൊണ്ട് മിൽക്ക് അധികം വേണ്ടി വരില്ല. ഒത്തിരി സ്കിൻ ഡ്രൈനെസ് ഉള്ളവർക്ക് ഒരു 1/2 ടീസ്പൂൺ ഹണിയും ചേർത്ത് കൊടുക്കാം. ഇത് പേസ്റ്റ് പരുവത്തിലാക്കി നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്ത് നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഈ പപ്പായ ഫേസ് മാസ്ക് നമ്മുടെ സ്കിന്നിൻ്റെ പോസ് ക്ലീൻ ആക്കാനും ഫേസിൽ പിമ്പിൾസ് വരാണ്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മുടെ ലാസ്റ്റ് പാക്കാണ്. ഇതിനായിട്ട് കടലമാവ് ഗ്രാം ഫ്ലോർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓട്സ്, 1 ടീസ്പൂൺ റോസ് വാട്ടർ, 1 ടേബിൾ സ്പൂൺ ഹണി. ഓട്സ് ആദ്യം പൊടിച്ചിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. പണ്ട് ഫേസ് വാഷോ സ്ക്രബോ ഇങ്ങനെ കെമിക്കൽ പ്രൊഡക്ട്സ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കടലമാവ്, പയർപ്പൊടി ഇതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഒന്ന് കിച്ചൺ വരെ പോകേണ്ട കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇത് എഫക്റ്റീവ് ആണോ അതോ ഇല്ലയോ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അയക്കാവുന്നതാണ്. ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ചാൽ ഞാൻ ഷുവറായിട്ട് റിപ്ലൈ തരാവുന്നതാണ്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയും ഞാനും തിരിച്ച് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പണ്ടത്തെ പോലെ അല്ല ഇപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് മാത്രം നിങ്ങൾ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ യൂട്യൂബ് അത് ഡിലീറ്റ് ആക്കി കളയും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം മിസ്സാവാണ്ടിരിക്കാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ദിസ് ഈസ് റേച്ചൽ സൈനിങ് ഓഫ്. ബൈ.